എറണാകുളം വാഴക്കാലയിൽ നഗരസഭയുടെ ഉത്തരവ് കാറ്റിൽ പറത്തി അനധികൃത കെട്ടിട നിർമ്മാണം. കെട്ടിട നിയമം ലംഘിച്ചതിന് തൃക്കാക്കര നഗരസഭ 2 പ്രാവശ്യം സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിർമ്മാണം നിർത്തിവെക്കാൻ കെട്ടിട ഉടമ തയ്യാറായിട്ടില്ല. നിയമലംഘനത്തിന് കെട്ടിട ഉടമയ്ക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ടായെന്നാണ് ആക്ഷേപം. തൃക്കാക്കര നഗരസഭാ പരിധിയിലെ വാഴക്കാല സിവിൽ ലൈൻ റോഡിലാണ് നഗരസഭയുടെ ഉത്തരവിനെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള ഈ അനധികൃത നിർമ്മാണം. സ്വർണ്ണ ജ്വല്ലറി എന്ന സ്ഥാപനത്തിന്റെ മുകളിലാണ് 6 നിലകൾ പുതിയതായി പണിയുന്നത്. അനുമതി വാങ്ങാതെയുള്ള നിർമ്മാണം നിർത്തിവെക്കണമെന്ന് നിർദ്ദേശിച്ച് കഴിഞ്ഞ ഓഗസ്റ്റിൽ നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. കെട്ടിട ഉടമയായ വാഴക്കാല സ്വദേശി ജെയിംസ് വർഗീസ് ഇത് പാലിക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ സെപ്റ്റംബറിൽ വീണ്ടും നോട്ടീസ് നൽകി. കഴിഞ്ഞ ജനുവരിയിൽ കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് നിർദ്ദേശം നൽകി 2 മാസം പിന്നിടുമ്പോഴും നിർമ്മാണം തുടരുകയാണ്. കെട്ടിട ഉടമയ്ക്ക് രാഷ്ട്രീയ പിന്തുണയുണ്ടെന്നാണ് പരാതിക്കാരുടെ ആക്ഷേപം. ലീഗൽ കൺസ്ട്രക്ഷന് പിന്നിൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വലിയ പിന്തുണയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിയമവിരുദ്ധമായി നടക്കുന്ന പ്രവർത്തനം നാടിലുള്ള ആളുകളെ വെല്ലുവിളിക്കുന്നു എന്ന് മാത്രമല്ല, നഗരസഭയ്ക്ക് ലഭിക്കേണ്ട ന്യായമായ പണം, ആ പണം ലഭിക്കാതെ നിങ്ങൾ ഈ നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകരുത് എന്ന് പറയുമ്പോൾ ഒരു വെല്ലുവിളിയുടെ ഭാഷയിലൂടെയാണ് ഇദ്ദേഹത്തെ ആരാണ് ഇതിന് പിന്നിൽ സഹായിക്കുന്നത് എന്ന് പൊതുസമൂഹത്തിന് അറിയേണ്ട ഒരു ഉത്തരവാദിത്തവും ബാധ്യതയുമുണ്ട്. നിയമലംഘനത്തിന്റെ പേരിൽ ചെറുകിടക്കാരെ പിഴിയുന്ന നഗരസഭയിലെ ഉദ്യോഗസ്ഥർ വൻകിടക്കാർക്ക് സംരക്ഷണം ഒരുക്കുന്നുവെന്നാണ് ആരോപണം. അതിനാൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയുള്ള നിയമലംഘനങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാർ വിജിലൻസിനെ സമീപിച്ചിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി.